ബികോം BBAയുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. 2015 മുതൽ 2020 വരെ നടന്ന പരീക്ഷകളിൽ ലിവറേജ് അനാലിസിസ് എന്ന ചാപ്റ്ററിൽ യൂണിവേഴ്സിറ്റി പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾക്കൊണ്ടതാണ് ഈ വീഡിയോ. പാർട്ട് 1 എന്ന ഈ വീഡിയോയിൽ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന ഭാഗത്തെ തിയറി ആൻഡ് പ്രോബ്ലംസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് ലിവറേജ് അനാലിസിസ് എന്നത്. എസ്എ ക്വസ്റ്റ്യൻസ് വരെ ഈ പാഠഭാഗത്ത് നിന്ന് യൂണിവേഴ്സിറ്റി ചോദിക്കാറുണ്ട്. പാർട്ട് 1 ശേഷം അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഈ വീഡിയോയിൽ ഫൈനാൻഷ്യൽ ലിവറേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദ ടേം ലിവറേജ്. ഈ ക്വസ്റ്റ്യൻ ബികോം 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. Leverage means the relationship between two interrelated variables. These variables may be cost, output, sales, revenue, EBIT, EPS, etc. Leverage refers to the percentage change in one variable corresponding to percentage change in the other variable. ലിവറേജ് എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഇത് കോസ്റ്റ് ആകാം, ഔട്ട്പുട്ട് ആകാം, സെയിൽസ് റവന്യൂ ആകാം, ഇബിറ്റ് ആകാം, EPS ആകാം. എന്ന് വെച്ചാൽ ഒരു വേരിയബിളിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് മറ്റൊരു വേരിയബിൾ എന്ത് മാറ്റമാണ് കാണിക്കുന്നത് എന്നതാണ് ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് കോമ്പോണൻസ് ആണ് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു കമ്പനി അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം സ്വരൂപിച്ചിട്ടുള്ള സോഴ്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഡെപ്റ്റ് ഫണ്ട്സും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസും. ഡെപ്റ്റ് ഇക്വിറ്റി പ്രൊപ്പോർഷനിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺസിലും അതുപോലെ തന്നെ റിസ്കിലും മാറ്റം വരും. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾ ആണുള്ളത്. ഒന്നാമത്തെ വേരിയബിൾ ഡെപ്റ്റ് ഇക്വിറ്റി, മറ്റൊന്ന് റിട്ടേൺ ആൻഡ് റിസ്ക്. അപ്പോൾ ഈ ഒരു കേസിലാണ് എന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേണിലും റിസ്കിലും എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്നതാണ് ലിവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻ്റർ റിലേറ്റഡ് വേരിയബിൾസ്. ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഇത് BBAയിലും അതുപോലെ തന്നെ ബികോമിലും 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ദി യൂസ് ഓഫ് ബോറോവ്ഡ് മണി, ദാറ്റ് മീൻസ് ഡെപ്റ്റ് ഫണ്ട്സ്, ടു മേക്ക് മോർ മണി ഈസ് കോൾഡ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ ബോറോഡ് ഫണ്ട്, ദാറ്റ് മീൻസ് ഡെപ്റ്റ് ഫണ്ട്സ് ഓർ പ്രിഫറൻസ് ഷെയർസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസാണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. യൂസിങ് ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റൽ എലോങ് വിത്ത് ദി ഇക്വിറ്റി ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ലിവറേജ്. ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റൽ ലിവറേജ് എന്നത്. ഡിബഞ്ചേഴ്സിനും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിനും നമ്മൾ ഫിക്സഡ് കോസ്റ്റാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയർസിനാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഒരു ഫിക്സഡ് റേറ്റിനാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ഫിക്സഡ് കോസ്റ്റ് ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫൈനാൻഷ്യൽ അഥവാ ക്യാപിറ്റൽ ലിവറേജ് എന്നത്. നെക്സ്റ്റ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇത് പലപ്പോഴായിട്ടും യൂണിവേഴ്സിറ്റി ചോദിക്കാറുണ്ട്. BBAയിൽ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ യൂസ് ഓഫ് ഡിബഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫൈനാൻഷ്യൽ ലിവറേജ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്താണ് എന്നുള്ളത്. ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. കമ്പനിയുടെ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ ഡിബഞ്ചേഴ്സോ മറ്റു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കമ്പനി അക്വയർ ചെയ്യുന്ന ലോണോ അതല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസോ
യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അഥവാ ഫൈനാൻഷ്യൽ ലിവറേജ്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ബികോം 2020, 2017 എന്നീ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഫസ്റ്റ് വൺ, ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്. ഫൈനാൻഷ്യൽ ലിവറേജിനെ ഇരുതല മൂർച്ചയുള്ള ഒരു വാളിനോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഡെപ്റ്റ് ഫണ്ട്സ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ടു ഇൻക്രീസ് ദി EPS. EPS എന്ന് വെച്ചാൽ ഏർണിംഗ് പെർ ഷെയർ. ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് EPS എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തിട്ട് കമ്പനി ഉണ്ടാക്കുന്ന റിട്ടേൺ ഡിബഞ്ചേഴ്സിനോ പ്രിഫറൻസ് ഷെയർസിനോ കൊടുക്കുന്ന ഫിക്സഡ് എക്സ്പെൻസ്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിവിഡൻഡോ ഇതിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇത് കമ്പനിക്ക് ഫേവറബിൾ ആണ്. മറിച്ചാണെങ്കിൽ, അതായത് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തിട്ട് കമ്പനി ഉണ്ടാക്കുന്ന റിട്ടേൺ ഫിക്സഡ് എക്സ്പെൻസിനേക്കാൾ കുറവാണെങ്കിൽ ഇത് കമ്പനിക്ക് അൺഫേവറബിൾ ആണ്. അതുകൊണ്ട് ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിലായിരിക്കണം. സെക്കൻഡ് വൺ, ഇൻക്രീസസ് റിസ്ക്. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിബഞ്ചേഴ്സിന്റെ എമൗണ്ട് കൂട്ടുന്നതിനനുസരിച്ച് കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസ്ക് കൂടുന്നു. കാരണം കമ്പനി കൂടുതൽ പണം കണ്ടെത്താനായി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് കമ്പനിയുടെ റിസ്ക് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകുന്നു. തേർഡ് വൺ, ബെനഫിഷ്യൽ ഓൺലി ടു കമ്പനീസ് ഹാവിംഗ് സ്റ്റേബിൾ ഇൻകം. റെഗുലർ ആയിട്ട് റിട്ടേൺ കിട്ടുന്ന കമ്പനികൾക്കാണ് ഇത് ബെനഫിറ്റ്. കാരണം കമ്പനിക്ക് ലോസ് ആണെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കാൻ കമ്പനി റെസ്പോൺസിബിൾ ആണ്. സ്റ്റേബിൾ റിട്ടേൺ ഇല്ലാത്ത കമ്പനിക്ക് ഇതൊരു ഹ്യൂജ് ലോസിന് കാരണമാകും. ലാസ്റ്റ് വൺ, റെസ്ട്രിക്ഷൻസ് ഫ്രം ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കമ്പനി കൂടുതൽ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മറ്റും ലോണുകളും മറ്റും നേടാൻ കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്. കമ്പനി ഇത് റീപേ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അങ്ങനെ ഒരു സംശയം വരുന്ന ഘട്ടത്തിൽ അത് അവർക്ക് ബുദ്ധിമുട്ടായി വരുന്നു. ഇത്രയാണ് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. Y Limited had issued 10,000 equity shares of rupees 100 each and 7,000 10% debentures of rupees 100 each. The operating profit of the company during the year is rupees 6 lakh. Compute financial leverage. BBA 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT എന്നതാണ്. എബിറ്റ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. EBT എന്ന് വെച്ചാൽ അല്ലെങ്കിൽ PBT എന്നും ഇതിനെ പറയാറുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് EBT എന്ന് പറയുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ കമ്പനിയുടെ 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിക്കുള്ളത്. ഒരു ഷെയറിന് 100 ഈച്ച്. ഇത് നമുക്ക് ആവശ്യമില്ല. ഫൈനാൻഷ്യൽ ലിവറേജ് കാണാൻ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ തരും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് 7,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് rupees 100 ഈച്ച്. കമ്പനി ഇക്വിറ്റി ഷെയറിൻ്റെ കൂടെ ഡിബഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 7,000 ഡിബഞ്ചർ ഒരു ഡിബഞ്ചറിന് 100 രൂപ വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 10%. ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഡ്യൂറിംഗ് ദി ഇയർ ഈസ് rupees 6 lakh. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇബിറ്റ് എന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തരാറില്ല, നമ്മൾ കണ്ടെത്തേണ്ടി വരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അതാണ് ഞാൻ ഡയറക്റ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഇബിറ്റ് നമുക്കറിയാം 6 lakh rupees ആണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷൻ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT എന്നാണ്. അപ്പോൾ ഇബിറ്റ് നമുക്ക് കിട്ടി. ഇനി ഇബിറ്റിൽ നിന്നും നമ്മൾ ഇൻട്രസ്റ്റ് ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്നതാണ് ഇൻട്രസ്റ്റ്.
ഡിബഞ്ചറിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിബഞ്ചർ ഫണ്ടിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഇവിടെ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 7000 ഡിബഞ്ചറാണ്. ഒരു ഡിബഞ്ചറിന് 100 രൂപയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡിബഞ്ചർ ഫണ്ട് എന്ന് പറയുന്നത് 7000 × 100 7 lakh റുപ്പീസാണ് ഡിബഞ്ചർ ഫണ്ട്. ഇതിൻ്റെ മുകളിലാണ് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 7 ലക്ഷത്തിൻ്റെ 10%, ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡിബഞ്ചറിൻ്റെ കൂടെ ഉള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഡിബഞ്ചർ ഫണ്ട് 7 ലക്ഷം, 7 ലക്ഷത്തിൻ്റെ 10% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 7 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 70,000 രൂപ വരും. ഇനി നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. EBT എന്ന് പറയുന്നത് ഇബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ ഇബിറ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ട് 6 ലക്ഷം രൂപ. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് 5,30,000 രൂപയാണ് ഇവിടെ EBT എന്ന് പറയുന്നത്. ഇനി ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ ഇബിറ്റ് ഡിവൈഡഡ് ബൈ EBT. 6 lakh ഡിവൈഡഡ് ബൈ 5,30,000 = 1.13 ആണ് ഇവിടെ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ മാത്രമേ ഇവിടെ മാറിയിട്ടുള്ളൂ. എക്സ് ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് ആൻഡ് 5,009% debentures of ₹100 each. The operating profit of the company during the year is ₹3 lakh. Compute financial leverage. നേരത്തെ പ്രോബ്ലം ഈ പ്രോബ്ലം സെയിം ആണ്, എമൗണ്ടിലുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT. ഈ ക്വസ്റ്റ്യനിലും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ ഇബിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 3 ലക്ഷം രൂപ. ഇനി EBT ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് EBT. ഇവിടെയും ഡിബഞ്ചർ ഫണ്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5000 ഡിബഞ്ചറാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ 100 റുപ്പീസ്. അപ്പോൾ 5000 × 100 എന്ന് പറയുന്നതാണ് ഡിബഞ്ചർ ഫണ്ട് എന്ന് വെച്ചാൽ 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപയുടെ മുകളിലാണ് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. 9% അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 5 ലക്ഷത്തിൻ്റെ 9% എന്ന് പറയുമ്പോൾ 45,000 രൂപ വരും. ഇനി ഇബിറ്റിൽ നിന്നും ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് EBT എന്ന് പറയുന്നത്. ഇനി അത് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. 3 lakh ഡിവൈഡഡ് ബൈ 2,55,000 = 1.17 ആണ് ഫൈനാൻഷ്യൽ ലിവറേജ് ആൻസർ. Next question. B Limited has annual sales of ₹25 lakh, variable cost of ₹15 lakh, fixed cost of ₹5 lakh. It has issued 12% debentures of ₹20 lakh. Calculate financial leverage. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിലുള്ളതുപോലെയല്ല, കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് തന്നിട്ടുള്ളത്. ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT. ഇബിറ്റ് ഇവിടെ നമ്മൾ കണ്ടെത്തണം. ഇബിറ്റ് കിട്ടാനുള്ളത് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. ഇവിടെ കോൺട്രിബ്യൂഷനിൽ നിന്നും അതുപോലെ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് ഇബിറ്റും കിട്ടും. അപ്പോൾ അതിന് വേണ്ട ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം സെയിൽസ് 25 ലക്ഷം എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെയിൽസ് 25 ലക്ഷം. ഇനി അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യണം. വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 ലക്ഷം രൂപയാണ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ ഇബിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിബഞ്ചർ ഫണ്ടിൻ്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്. ഇവിടെ ഡിബഞ്ചർ ഫണ്ട് എന്ന് പറയുന്നത് 20 lakh ആണെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നേരെ ക്വസ്റ്റ്യനിലുള്ളത് പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 20 lakhന്റെ മുകളിൽ 12% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 20 lakhന്റെ 12% എന്ന് പറയുമ്പോൾ
2,40,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി ഇബിറ്റിൽ നിന്നും ഈ ഇൻട്രസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് EBT 2,60,000. ഇനി അത് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇബിറ്റ് ഡിവൈഡ് ബൈ EBT എന്ന് പറയുന്നത് 5 lakh ആണ് നമ്മുടെ ഇബിറ്റ്. അതുപോലെ തന്നെ EBT എന്ന് പറയുന്നത് 2,60,000 ആണ്. ഇവിടെ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് 1.92 കിട്ടും. നെക്സ്റ്റ്, എ ഫേം ഹാസ് സെയിൽസ് ഓഫ് ₹10 lakh, വേരിയബിൾ കോസ്റ്റ് ₹7 lakh, ഫിക്സഡ് കോസ്റ്റ് ₹2 lakh. It has issued 10% debenture of ₹5 lakh. Calculate financial leverage. BBA 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആ പ്രോബ്ലത്തിൻ്റെ അതുപോലെയുള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഇതും. ഇവിടെ എമൗണ്ടിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ ഇബിറ്റ് ഡിവൈഡ് ബൈ EBT. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 10 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് ഇബിറ്റ്. ഇബിറ്റ് നമുക്ക് അപ്പോൾ ഇവിടെ ഇബിറ്റ് നമുക്ക് കിട്ടി 1 lakh rupees ആണ് ഇബിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഇവിടെ ഡിബെഞ്ചർ ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. 5 lakh ആണ് ഡിബെഞ്ചർ ഫണ്ട്. എപ്പോഴും ഫണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിബെഞ്ചറിൻ്റെ എണ്ണമാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഡിബെഞ്ചറിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കാണണം. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50,000 rupees കിട്ടും. ഇനി ഇബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് EBT. ഇനി ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ഇക്വേഷനിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇബിറ്റ് ഡിവൈഡ് ബൈ EBT 1 lakh ആണ് ഇബിറ്റ്. EBT എന്ന് പറയുന്നത് 50,000 = 2 ആണ് ഇവിടെ ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഈ ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ പ്രോബ്ലം മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തതിൽ ഓപ്പറേറ്റിംഗ് ലിവറേജും അതുപോലെ തന്നെ കമ്പൈൻ ലിവറേജും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.